അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. നേരത്തെ ഒന്നാം ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനോട് കാട്ടുവളപ്പിൽ നൗഷാദ് വലിയ ആദരവും ബഹുമാനവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അത് കാപട്യമാണ് എന്ന് ഇപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവൻ കാണിക്കുന്ന കോപ്രായത്തങ്ങൾ, ഉസ്താദിനെ അഭിസംബോധന ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമക്കും ചെറുശ്ശേരി ഉസ്താദിനും ശേഷം ഒരു തികഞ്ഞൊരു ആലിം ഉണ്ടെങ്കിൽ, അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ, പിൻപറ്റപ്പെടാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ എന്നെല്ലാം പറഞ്ഞ് ഇവൻ കാണിക്കുന്ന കോപ്രായത്തങ്ങൾ, ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ മനഃപൂർവ്വം ഒഴിവാക്കിയത്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പയെ മനഃപൂർവ്വം പറയുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയത്, താജുൽ ഉലമയെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടി ഉറപ്പെടുത്തുകയാണ്. ആരായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പ? ഈ നൗഷാദിന് മറക്കാൻ കഴിയുമോ? ഒരു പക്ഷേ നൗഷാദ് പോലും സനദ് വാങ്ങിയിട്ടുള്ളത് താജുൽ ഉലമയുടെ കൈകളിൽ നിന്നായിരിക്കാം. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദ് അവിടുത്തെ ഹയാത്ത് കാലത്ത് സനദ് കൊടുക്കാൻ ക്ഷണിച്ചിരുന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പയെയാണ്. ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദിന്റെ വഫാത്തിന്റെ ശേഷവും താജുൽ ഉലമയുടെ വഫാത്ത് വരെ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പയാണ് അവിടെ സനദ് കൊടുക്കാറുണ്ടായിരുന്നത്. അത് താജുൽ ഉലമയുടെ മഹത്വം വിളിച്ചോതുന്നതാ. എന്നിട്ട് ആ താജുൽ ഉലമയെ മനഃപൂർവ്വം നൗഷാദ് മറക്കുന്നു. പോരാ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയാകുന്ന ബഹുമാനപ്പെട്ട കരുവന്തിരുത്ത് ഫസൽ പൂക്കായ തങ്ങൾ ഉപ്പാപ്പ, ബഹുമാനപ്പെട്ടവർ ഉള്ളാളത്തെ ഉറൂസിന് നൗഷാദിനൊരു അവസരം വാങ്ങിക്കൊടുക്കുന്നു. ഇവന്റെ ജീവിതത്തിൽ ആദ്യത്തേതും അവസാനത്തേതുമായി ആകെ കിട്ടിയ അവസരമാണ്. ആ അവസരത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മറുപക്ഷത്തുള്ളവർ പോലും താജുൽ ഉലമയുടെ മഹത്വം ഉള്ളാളത്തെ മദനി മഖാമിന്റെ മുന്നിൽ വന്ന് പ്രസംഗിച്ചപ്പോ ഈ നൗഷാദ് മനഃപൂർവ്വം താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പ അവിടെ നിന്ന് പറഞ്ഞില്ല. എല്ലാവരും താജുൽ ഉലമയുടെ മഹത്വം പറഞ്ഞു. നൗഷാദ് താജുൽ ഉലമയുടെ മഹത്വം ഉള്ളാളത്തെ മദനി മഖാമിൽ എല്ലാവരും പറഞ്ഞിട്ടും നൗഷാദ് മിണ്ടിയില്ല. എന്തേ നൗഷാദെ താജുൽ ഉലമയെ മാറ്റി നിർത്തിയത്? ഇതെല്ലാം നൗഷാദിന്റെ കാപട്യത്തിന്റെ ഓരോ അടയാളങ്ങളാണ്. നൗഷാദെ, ഞാൻ പറഞ്ഞു നിന്നോട്, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഹിയാ ഉസുന്നയിൽ വെച്ച് നടത്തിയ പ്രഭാഷണം, ആ പ്രഭാഷണത്തിന് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ഹിയാ ഉസുന്ന എന്ന് പറയുന്ന സ്ഥാപനത്തോട് ഒരു അല്പം കൂറിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അവിടെയുള്ള ഉസ്താദുമാരോട് കൂറുണ്ടായിരുന്നുവെങ്കിൽ, അല്ല ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദിനോട് ഒരു അല്പം ഒരു ആദരവിന്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ നീ ഒതുക്കുങ്ങയിലേക്ക് ആ പരിപാടിക്ക് മറുപടി പറയാൻ പോകില്ലായിരുന്നു. നിന്റെ തൊലിക്കെട്ടി ഉളുപ്പില്ലായ്മയുടെ നിന്റെ തൊലിക്കെട്ടി, ആ തൊലിക്കെട്ടി കണ്ടിട്ട് കണ്ടാമൃഗം പോലും ചിലപ്പോൾ നാണിച്ച് തലതാഴ്ത്തി പോകും. അത്രക്കും കുരുത്തക്കെട്ട ഒരു പണിയല്ലേ നൗഷാദ് നീ ചെയ്തത്? നിനക്ക് പേരോട് ഉസ്താദിനോട് മറുപടി പറയാനുണ്ടായിരുന്നുവെങ്കിൽ നീ നിന്റെ കേന്ദ്രത്തിൽ വെച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? നിനക്കുറപ്പാണ്, എല്ലാവർക്കും അറിയാം, നിനക്ക് മറുപടി പറയാനോ നിന്റെ പ്രസംഗം കേൾക്കാനോ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഒതുക്കുങ്ങളിലേക്ക് വരില്ല. എന്നിട്ട് പോലും ഒതുക്കുങ്ങളിൽ വെച്ച് ആ പരിപാടിക്ക് മറുപടി പറഞ്ഞത് നീ എന്തിനാ? നീ ആ സ്ഥാപനത്തിനോടും അവിടെയുള്ള ഉസ്താദുമാരോടും എന്തിനധികം ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിനോട് നീ കാണിച്ച അതവുകാടാണ്. പോരാ, ഒരു തഅലീമുൽ മുതഅല്ലിം ഓതിയ കുട്ടിക്കറിയാം, ഒരു ഉസ്താദിനോട് ആദരവുണ്ടെങ്കിൽ ഉസ്താദിന്റെ മകനോടും ആദരവുണ്ടാകുമെന്ന്. പോരാ, നിന്നോട് ചോദിക്കട്ടെ നൗഷാദെ, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ പുന്നാര പുത്രനാകുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഹസൻ ഉസ്താദ്, അഹമ്മദ് അബ്ദുൽ ഹസൻ ഉസ്താദ് അവർകൾ, ആ ഉസ്താദിനെ ചെറുപ്പം മുതൽ പഠിപ്പിച്ച ഉസ്താദല്ലേ? ആ ഉസ്താദിനോട് ആദരവ് കാണിക്കൽ എന്റെ ബാധ്യതയല്ലേ? അത് ഉസ്താദിനോടുള്ള ബാധ്യത ആദരവ് എന്ന അടിസ്ഥാനത്തിലും അബ്ദുൽ ഹസൻ ഉസ്താദിനോട് ആദരവ് കാണിക്കണം. അതുപോലെ നിന്നെ പഠിപ്പിച്ച ഉസ്താദി എന്ന അടിസ്ഥാനം നീ ആദരവ് കാണിക്കേണ്ടതല്ലേ? ഇന്ന് നീ ഒതുക്കുങ്ങരയിൽ പോയി ചെയ്ത പണി എന്താണ്? അബ്ദുൽ ഹസൻ ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് ഇടുമ്പോ നീ പറയാണ് മൂപ്പർക്കും കൊടുക്കണ്ടേ ഒന്ന് എന്ന്. ആദ്യം ആ ക്ലിപ്പ് നിങ്ങൾക്കൊന്ന് കേൾക്കാം. ആ സംശയത്തിനുള്ള മറുപടി സുലൈമാൻ ഉസ്താദിന്റെ മകൻ അഹമ്മദ് അബ്ദുള്ള ഹസനി ഓക്കെ ഉസ്താദിന്റെ ആണ്ടിൽ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് കുരുത്തക്കേട് തട്ടിയിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈ ടീം നടക്കുന്നത്, അത് അബ്ദുള്ള ഹസനി പറഞ്ഞുതരും. മൂപ്പർക്കും കൊടുക്കണല്ലോ ഒന്ന് പറയും. സുലൈമാൻ ഉസ്താദിനോട്, സുലൈമാൻ ഉസ്താദിന്റെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുൽ ഹസൻ ഉസ്താദ്, അത് നിന്റെയും ഉസ്താദല്ലേ നൗഷാദെ? എന്നിട്ട് ആ ഉസ്താദിനെ പറ്റിയാണ് നീ പറയുന്നത് മൂപ്പർക്കും കൊടുക്കണല്ലോ ഒന്ന്. എടോ, അബ്ദുൽ ഹസൻ ഉസ്താദിന്റെ ചെരുപ്പിനടിയിലെ ചേറിന്റെ 4 പോലും എത്തുമോ നൗഷാദ് നീയൊക്കെ? എന്നിട്ടാണ് ഉസ്താദ് അബ്ദുൽ ഹസൻ ഉസ്താദിന് കൊടുക്കാൻ നിൽക്കണല്ലേ നീയൊക്കെ? ചെങ്ങായി, ആനക്കൊക്കെ ഒന്നുമില്ലെങ്കിൽ ആ പിന്നെ ഇയാസുന്നേക്ക് വണ്ടി എടുത്ത് പോയതിന് പകരം വല്ല സൈക്കിളും ചവിട്ടിയിട്ട് ഊളമ്പാറ കയറി പോകലില്ലായിരുന്നു നന്നായിരുന്നത്? ഊളുപ്പുണ്ടല്ലോ നൗഷാദ്. ഇതൊക്കെ അബ്ദുൽ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയുടെ മഹത്വം പറയാൻ ഇങ്ങനെയൊക്കെയാണോ മഹത്വം പറയല്? ഈ രൂപത്തിലാണോ മഹത്വം പറയല്? ഇനി നൗഷാദിന്റെ അടുത്ത ആദരവ് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനുള്ള ആദരവാണ്. റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ സിറാജുൽ ഹുദയിൽ നടന്ന പരിപാടിയിൽ, അവിടെ നടന്ന ഹാദി
സന്നദ്ധ സമ്മേളനത്തിൽ എന്ത് ചെയ്തില്ല, ഉസ്താദിനെ ആദരിച്ചില്ല എന്നാണല്ലോ. ഇവരാണ് ആദരിക്കുന്ന ആളുകൾ വരും. എന്നിട്ട് അത് പറഞ്ഞിട്ടാണ് ഇവൻ പ്രസംഗിച്ചത്. അന്ന് നമ്മൾ പയറ് നിറച്ചും കൊടുത്തു, അതിനുള്ള വ്യക്തമായ മറുപടിയും കൊടുത്തു. ആ മറുപടി കൊടുത്തപ്പോൾ ഇവൻ അന്ന് ആദ്യം വന്നത് എങ്ങനെ, ഉസ്താദിന് എന്തുകൊണ്ട് മൈക്ക് കൊടുത്തില്ല എന്നൊക്കെ ചോദിച്ച് ഭയങ്കര വീമ്പളക്കിയതിന് ഉസ്താദ് വന്നിരുന്നു. പക്ഷേ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ പിന്നെ അവിടെ നിന്ന് കിടന്ന് പരുങ്ങാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇപ്പം പറഞ്ഞു അധ്യക്ഷ പ്രഭാഷണം കൊടുത്തില്ല. മുമ്പേ അതൊരു സെഷനിൽ പ്രസംഗിച്ചതാണ്. അപ്പൊ അധ്യക്ഷ പ്രഭാഷണം നടത്തുന്ന രൂപത്തിൽ അതിന് നമ്മൾ ആ ക്ലിപ്പും കാണിച്ചു കൊടുത്തു. ആദ്യത്തെ നമ്മൾ ഉസ്താദ് പ്രസംഗിക്കണം കാണിച്ചു കൊടുത്തു. അപ്പൊ പിന്നെ കിടന്ന് ഉരുണ്ട് മാറിയിട്ട് പറയുന്നത് വേറെ സെഷൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നത് കാണിച്ചു കൊടുത്തു. അപ്പോ ഇന്ന് പേരോട് ഉസ്താദ്, കഴിഞ്ഞ ദിവസം പേരോട് ഉസ്താദ് ഒതുക്കുങ്ങൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ ഉസ്താദ് ഒരു സൂചന കൊടുത്തിരുന്നു. ആദ്യം അവിടെ വന്നു, പിന്നീട് നിസ്കരിക്കാൻ പോയി, വീണ്ടും വരുമ്പോൾ പിന്നെയും തക്ബീർ ചൊല്ലി സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായം സാധാരണഗതി നമ്മുടെ നാട്ടിലില്ല. അപ്പൊ ഇവൻ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പറയാണ്, ഇവൻ പറയാണ് പിന്നെ എ പി ഉസ്താദ് വന്നപ്പോൾ എന്തിനാ പിന്നെ തക്ബീർ ചൊല്ലിയത് ഇപ്പൊ ചോദിക്കുക. അപ്പൊ 2-3 സ്ഥലത്ത് ആവർത്തിച്ചു. അതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. എ പി ഉസ്താദ് മഗ്‌രിബിന്റെ മുന്നേ നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് എത്തിയിട്ടില്ല. എ പി ഉസ്താദ് മഗ്‌രിബിന്റെ ശേഷം നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് അവിടേക്ക് വരുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് മഗ്‌രിബിന്റെ മുമ്പ് അവിടെ വന്ന് ഉദ്ഘാടന സെഷനിൽ, സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ ഉസ്താദ് അധ്യക്ഷ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് വീണ്ടും വരികയാണ്. എ പി ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് ആദ്യമായിട്ട് വരികയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തത്. പിന്നെ ഇങ്ങനെ ആവർത്തിക്കുകയാണ് ഈ ചങ്ങാതി, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പം ചോദിക്കുകയാണ് എന്ന് ആദ്യം വരുമ്പോൾ തക്ബീർ എവിടെ, ഇപ്പോഴത്തെ ക്ലിപ്പാണ്. അപ്പൊ ഒന്ന് ചോദിക്കുകയാണ് കാര്യമായിട്ട് എ പി ഉസ്താദിനെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ പ്രസംഗം ഇട്ടിട്ട് ഒന്ന് ചോദിക്കുകയാണ് എന്ന് ആദ്യം വരുമ്പോഴുള്ള തക്ബീർ എവിടെ, ആ ക്ലിപ്പുകൾ പുറത്തു വിടുകയും തൽക്കാലം തരാൻ സൗകര്യമല്ല. അനക്ക് ഈ ആദ്യത്തെ പറഞ്ഞേ എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല, പ്രസംഗിക്കാൻ മൈക്ക് കൊടുത്തില്ല. പിന്നെ പറഞ്ഞു എന്തുകൊണ്ട് അധ്യക്ഷ പ്രഭാഷണം കൊടുത്തില്ല. അവർ രണ്ടിനും നമ്മൾ തെളിവ് കൊടുത്തു. അപ്പൊ ഇവൻ പറയണ എന്തുകൊണ്ട് എന്നാൽ ആ തക്ബീർ ചൊല്ലണേ ആ വാഗട് പിടിയും. അത് കേട്ടോക്കി. ആദ്യം വന്നപ്പോ തക്ബീർ ചൊല്ലിച്ചു എന്നല്ലേ പറഞ്ഞേ. കൊണ്ടുപോവാ വീഡിയോ ഹാജരാക്ക്, കൊണ്ടുപോവാ, ഞങ്ങൾക്ക് കാണാനാണ്. ഞങ്ങളൊന്ന് കാണട്ടെ, ഞങ്ങളെ ഉസ്താദിനെ നിങ്ങൾ ആദരിക്കണത് കൊണ്ടുവരിങ്ങള്. ഇത് ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു ചങ്ങായിക്ക് അടി കിട്ടിയ മാതിരിയാണ്. ഒരു ചങ്ങായി പറഞ്ഞു ഇന്ന വീട്ടിൽ നിന്ന് എനിക്ക് വീട്ടിൽ നിന്ന് അടിയിട്ടില്ല, എന്നെ ആരും അടിച്ചിട്ടില്ല. അപ്പം ചോദിച്ചു അവനോട്, എടാ അന്നല്ല നാളെ ആ കിണറ്റിങ്കരായിട്ടാണ് കുറച്ച് ആൾക്കാർ തച്ചത്, അത് അവിടുന്ന് അല്ലേ എന്ന് വെച്ചു. അപ്പം പറഞ്ഞു അല്ല അന്നാളാ പിന്നെ പാലത്തിന്റെ അവിടെ വെച്ചാണ് അന്ന ആൾക്കാർ അടിച്ചില്ലല്ലോ. അപ്പൊ പറയാം അത് അവിടുന്ന് അല്ലേ, ഈ പറഞ്ഞ മാതിരി അത് അതല്ലേ. അപ്പൊ അത് അതല്ലേ. ഇപ്പം പറയണത് തെറ്റുപീർ തന്നെ വീഡിയോ കൊണ്ടുവരും, സൗകര്യമില്ല തരാൻ. അത് തരുന്നതിന് മുമ്പ് ഇതിന്റെ ബാക്കി കൂടി നിങ്ങൾ കേൾക്കണം. അത് തരുന്നതിന് മുമ്പ് എന്നോട് വേറെ കാര്യങ്ങൾ ചോദിക്കാണ്ട് അതുകൊണ്ടിരാണ്. അത് കൂടി കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. മാത്രല്ല ഞാൻ ചോദിച്ചില്ലേ എ പി അബൂബക്കർ മുസ്ലിയാർ അന്നില്ലേ, നേരത്തെ ഉണ്ടല്ലോ മുപ്പര് വന്നപ്പോ പിന്നെ എങ്ങനെ തക്ബീറല്ലേ, മുപ്പര് നേരത്തെ ഉണ്ടല്ലോ അവിടെ. അന്ന് മുഷാവറ വരെ നടന്നില്ല അവിടെ, ആരല്ലാത്തവിടെ. ആ മുഷാവറിന്റെ ക്ലിപ്പ് അടക്കം ഞങ്ങൾ അതിലുണ്ടല്ലോ, തെളിവുണ്ടല്ലോ. മാത്രല്ല ഈ കാട്ടുകള്ളം നുണ പറയുന്നത് എ പി ഉസ്താദ് നേരത്തെ അവിടെ വന്നല്ലോ ചങ്ങാതി. ആ വേദിയിലേക്ക് എ പി ഉസ്താദ് ആദ്യമായിട്ടാണ് മഗ്‌രിബിന് ശേഷം വരുന്നത്. അതിന് മുന്നേ ആ വേദിയിലേക്ക് വന്നിട്ടില്ല. ഇത് എന്നോട് പച്ച മലയാളത്തിലെ പലവട്ടം പറഞ്ഞത് തീരണില്ല എനിക്ക്. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇവൻ പറയാണ് അവിടെ മുഷാവറ വരെ നടന്നിട്ടുണ്ടല്ലോ, അതിന്റെ ക്ലിപ്പ് ഞങ്ങൾ കയ്യിലുണ്ടല്ലോ. 1000 കുതിര ശക്തിയോടെ വെല്ലുവിളിക്കുന്ന ഉഷാദ് തന്നെ. ആ ക്ലിപ്പിന്റെ ഒരു കഷ്ണം ഇങ്ങോട്ട് കൊണ്ടുപോവാ. അന്ന് സിറാജുൽ ഹുദയിൽ വെച്ച് ഹാദി സനദാന കോൺഫറൻസ് നടന്ന അന്ന് അവിടെ വെച്ച് നടന്ന ആ മുഷാവറയുടെ ഒരു ക്ലിപ്പിന്റെ ഒരു ആമുഷം കൊണ്ടുവരാൻ ധൈര്യം എനിക്ക് ആ ക്ലിപ്പ് കൊണ്ട് കൊണ്ടുപോവാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് തെക്ബീറിനെ വീട് അപ്പോൾ കൊണ്ടിടും. ധൈര്യം എനിക്ക് വെല്ലുവിളിക്കുന്ന തന്നെ. ജാണായി പറഞ്ഞവനാണെങ്കിൽ ഉളുപ്പ് എന്ന് പറയുന്നത് ഒരു അണുമണി തൂക്കം എനിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നൗഷാദ് വെല്ലുവിളിക്കുന്ന തന്നെ ആ മുഷാവറയുടെ ക്ലിപ്പിന്റെ ഒരു അംശം കൊണ്ടുവരാൻ ധൈര്യം ഉണ്ടോ എനിക്ക്? ഇനി എന്നോട് വേറൊന്ന് ചോദിക്കട്ടെ നൗഷാദെ, ഈ ക്ലിപ്പ് തന്ന ആളുകൾ, അവിടെ മുഷാവറയിൽ എല്ലാ രഹസ്യങ്ങളും എനിക്ക് ചോർത്തി തന്ന ആളുകൾ, അവിടെ മുഷാവറയിൽ എന്തൊക്കെ ചർച്ച നടത്തുന്നതെന്ന് പറഞ്ഞ ആൾക്കാർ, ഇവരാരും എന്നോട് പറഞ്ഞില്ല ചങ്ങാതി ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ടെന്ന്. എനിക്കൊന്ന് ഓരോട് ചോദിച്ചുവിടേനോ? ഉളുപ്പില്ലാത്ത ജാതി എനിക്ക് ഓരോടും ചോദിച്ചുവിടേനോ? ഇമാരി നോണ പറഞ്ഞിട്ട് പെടേണ്ടിയിരുന്നോ? എന്നിട്ട് ഇവൻ എന്തിനാ കുറ്റിയാടിക്ക് പോയത്? റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ മഹത്വം പറയാൻ, ആദരവ് പറയാൻ. റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവിടെ എന്താ പറഞ്ഞത്? റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് പറയാണ് ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങളെ കുട്ടികളെ കൊണ്ടുവരണം, ഈ സ്ഥാപനത്തിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം, ഇത് നല്ല സ്ഥാപനമാണ്. അതൊന്ന് കേൾക്കട്ടെ. ദീനിയായ അറിവുകളുണ്ട്, ഭൗതിക അറിവുകളും എല്ലാ അറിവുകളുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നിങ്ങൾ സഹായിക്കുകയും ഇത് പഠിക്കാൻ കുട്ടികളെ പറഞ്ഞയക്കുകയും. ഇതുണ്ടോ സുലൈമാൻ ഉസ്താദ് പറയുന്ന പരിപാടിയിൽ ഈ സ്ഥാപനത്തിൽ എല്ലാ അറിവുകളും ഉണ്ട്, ഇവിടേക്ക് നിങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കണം, ഇതിനെ സഹായിക്കണം എന്ന് നൗഷാദ് അവിടെ പോയിട്ട് പറഞ്ഞതോ? റഈസുൽ ഉലമയുടെ മഹത്വം പറയാനാണ് നൗഷാദ് ഇവിടെ പോയത്, ഇവിടെ കുറ്റിയാടിക്ക് പോയത്. റഈസുൽ ഉലമയെ ആദരിച്ചില്ല, റഈസുൽ ഉലമയെ ബഹുമാനിച്ചില്ല. റഈസുൽ ഉലമയെ ആദരിക്കണം, ബഹുമാനിക്കണം, ഞങ്ങളാണ് ആദരിക്കുന്നവർ. റഈസുൽ ഉലമ പറഞ്ഞതോ ഈ സ്ഥാപനം എല്ലാ നിലക്കും നല്ല സ്ഥാപനമാണ്, സഹായിക്കണം, കുട്ടികളെ പറഞ്ഞേക്കണം. നൗഷാദ് കുറ്റിയാടി പോയി പറഞ്ഞത് എന്താ? അത് കളിക്കും രക്ഷപ്പെട്ടാളി മക്കളെ, സിറാജുലുദ്ദീൻ ഇട്ട് ഓടിക്കോളി, അവിടെ നിന്നാൽ കോലതായി. ഇതാണോ നൗഷാദ് എനിക്ക് ആദരവ്? താലപ്പാവും ധരിച്ചിട്ട് ഇമ്മാതി വർത്തമാനം പറയാം. സുലൈമാൻ ഉസ്താദ് പറയാം കുട്ടികളെ പറഞ്ഞേക്കണം, സഹായിക്കണം. ഇവൻ പറയുന്നത് മക്കളെ ഓടിക്കളി അവിടുന്ന്. ആർക്കാടോ ആദരവുള്ളത്? ആരാടോ ആദരവ് പഠിപ്പിക്കണേ? സുലൈമാൻ ഉസ്താദിന്റെ മഹത്വം പഠിപ്പിക്കാൻ വന്നതാണേ ജി കുറ്റിയാടിക്ക്.